Krishna's color key. Let's talk, let's chat, and let's enjoy. എല്ലാവർക്കും കൃഷ്ണാസ് സ്കൂളിലേക്ക് സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വെച്ചൊരു ടോക്ക് ഉണ്ടായിരുന്നു, ഗുരുവായൂർ അമ്പലം നടയിലെ കാര്യങ്ങൾ. ഇത് ഞാൻ പറഞ്ഞതെല്ലാം പഴയ കഥകളാണ് കേട്ടോ. ഒരു 10 കൊല്ലത്തിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി സംഭവിച്ച കാര്യമാണ് എനിക്ക് ആക്ച്വലി പറയാനുള്ളത്. ഗുരുവായൂരിൽ ഇപ്പം ഞാൻ കഴിഞ്ഞ മാസം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാനൊന്ന് അമ്പലത്തിൽ പോയപ്പം ഉണ്ടായ സംഭവം. അപ്പം ഇപ്പോൾ ഒരു ഫെസിലിറ്റിയൊക്കെ അവർ കൊടുക്കുന്നുണ്ടല്ലോ, വീൽ ചെയർ ഫെസിലിറ്റിയൊക്കെ. അപ്പോൾ നമ്മളും വിചാരിക്കും വീൽ ചെയറൊക്കെ നമുക്കൊന്ന് എടുക്കാം. അപ്പം നിങ്ങൾ കിഴക്കേ നടയിലാണ് വന്നിറങ്ങുന്നതെങ്കിൽ വടക്കേ നടയിലാണ് വീൽ ചെയർ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വടക്കേ നടയെന്നാണെന്ന് പറഞ്ഞതല്ല, എൻ്റെ അനുഭവമാണ് ഈ പറയുന്നത്. അങ്ങനെ ഇപ്പം കാല് വയ്യാത്ത ഒരാളാണെങ്കിൽ കിഴക്കേ നടയിൽ നിങ്ങൾ എത്തിയാൽ ഒരു രക്ഷയില്ല. 1.5 കിലോമീറ്റർ കറങ്ങി നടന്ന് വേണം അവിടെ അപ്പുറത്തെ വടക്കേ നടയിൽ ചെന്നിട്ട് ഒരു വീൽ ചെയർ എടുക്കാൻ. എൻ്റെ അഭിപ്രായം എന്താണെന്ന്, അങ്ങനെ സുഖമില്ല, ഇപ്പം നിങ്ങൾക്ക് കൃഷ്ണനെ കാണണം എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നടക്കാൻ പറ്റുമെങ്കിൽ സ്വന്തമായൊരു വീൽ ചെയറുമായിട്ട് വരിക. അതവർ അലൗ ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് ഗുഡ്. പക്ഷേ ഇത് നമ്മൾ അവിടെ നിന്നൊരു വീൽ ചെയർ എടുക്കുകയാണെങ്കിൽ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒന്നുകിൽ വടക്കേ നടയിൽ തന്നെ വരണം, എന്നാലും അവിടെ ഉണ്ട് ഏകദേശം 1/2 കിലോമീറ്റർ നടന്നു വരാനായിട്ട്. എന്നിട്ട് നമ്മൾ ഈ വീൽ ചെയർ അവരിൽ നിന്ന് ബുക്ക് ചെയ്യുമ്പോൾ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് വേണം വീൽ ചെയർ എടുക്കാൻ. എടുത്തു കഴിയുമ്പോൾ അവർ പറയും നിങ്ങളുടെ കൂടെ ആരെങ്കിലും ബൈസ്റ്റാൻഡർ ഉണ്ടെങ്കിൽ കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ഇരിക്കുക. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരുന്നാൽ ചിലപ്പോൾ കാര്യം നിങ്ങൾ ഓർക്കണം, ദേവസ്വം ബോർഡിൻ്റെ ഏകദേശം ഭക്തർ, ഞാനൊരു 5,000 to 10,000 ഭക്തർ ഒരു ദിവസം അവിടെ വരുന്നുണ്ട് കൃഷ്ണനെ ദർശിക്കാനായിട്ട്. അതിനേക്കാൾ കൂടുതൽ 100-200 250 ദേവസ്വത്തിൻ്റെ സ്റ്റാഫുകൾ അവിടെയുണ്ട്. അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോക്കി നിൽക്കുന്ന സ്റ്റാഫുകൾ. അത് എന്തിനാണ് ഈ നോക്കി നിൽക്കുന്ന സ്റ്റാഫ് എന്ന് എനിക്ക് മാത്രം മനസ്സിലാവുന്നില്ല. എന്ത് കാര്യത്തിന് അവർ നോക്കി നിൽക്കും, അവർ കുറച്ചൊന്ന് സംസാരിക്കും. നിങ്ങൾക്ക് അവിടെ പോകാൻ പാടില്ല, നിങ്ങൾക്ക് ഇവിടെ പോകാൻ പാടില്ല, നിങ്ങൾ ഇങ്ങോട്ട് വേണം പോകാൻ, ഇത് പറയാൻ വേണ്ടി മാത്രം നിൽക്കുന്ന കുറേ സ്റ്റാഫുകളുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്, തിരുനടയുടെ അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കും, കടന്നു പോ എന്ന് പറയാൻ മാത്രം 10-25 സ്റ്റാഫ്. ഒരു സൈഡിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 5-6 സ്റ്റാഫ്, ഇപ്പുറത്തെ 5-6 സ്റ്റാഫ്. പിന്നെ പോകുന്ന വഴിയിലെല്ലാം അമ്പലത്തിൻ്റെ മീൻസ് തിരുനടയുടെ ഫ്രണ്ട് വരെ നിൽക്കുന്നത് ഒരു 10-25ഓളം ഈ പറയുന്ന സ്റ്റാഫുകൾ. ഇവരുടെ ഡെസിഗ്നേഷൻ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ കടന്നു പോ എന്ന് പറയുന്ന സ്റ്റാഫ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവർക്ക് ആകെ ഒരു ജോലിയേ ഉള്ളൂ, കടന്നു പോ. ഇപ്പോൾ പിന്നെ ദേഹത്ത് കൊടുത്തില്ല കേട്ടോ, അത് വേറെ കാര്യം, അതവർ പഠിച്ചിട്ടുണ്ട്. പിന്നെ സ്ത്രീകളുണ്ട്, അതുകൊണ്ട് നമുക്ക് സ്ത്രീകൾ തന്നെയാണ് വന്ന് പറയുന്നത്, ഒന്ന് അമ്മ അകത്തേക്ക് പോകൂ, അല്ലെങ്കിൽ കുട്ടി അകത്തേക്ക് പോകൂ എന്ന് പറയുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ട് കേട്ടോ, ഇപ്പം പോയി തൊഴുമ്പോഴത്തേക്കും. അപ്പോൾ ഈ കടന്നു പോകുന്ന സ്റ്റാഫുകൾ ഇപ്പം ഈ ആകെയുള്ള മന്ത്രോച്ചാരണം പോലെ കടന്നു പോകാൻ, അത് അവിടെ നിൽക്കട്ടെ. ഞാൻ വീൽ ചെയറിൻ്റെ കാര്യം ആദ്യം പറഞ്ഞു തീർക്കാം. അപ്പോൾ ഈ വീൽ ചെയറിന് വേണ്ടിയിട്ട് ഞങ്ങളവിടെ പോയി വീൽ ചെയർ എടുത്തു. പക്ഷേ വീൽ ചെയർ ഉരുട്ടാൻ ആൾ വേണം. അപ്പോൾ ഇത് വളരെ മോഡേൺ വീൽ ചെയറൊന്നും അല്ല, വളരെ പ്രാചീന കാലത്തെ വീൽ ചെയറാണ് അവർ മേടിച്ച് വെച്ചേക്കുന്നത് അവിടെ. കാര്യം നമ്മൾ എയർപോർട്ട്സിൽ പോകുമ്പോൾ നമുക്കറിയാം ഇത് ലേറ്റസ്റ്റ് വീൽ ചെയറാണ്, നമുക്ക് ഉന്തിത്തുകൊണ്ട് പോകാനും വലിക്കാനും ഒക്കെ എളുപ്പമുള്ള രീതിയിലാണ് അത് ഉണ്ടാക്കിയത്. പക്ഷേ ഇത് വളരെ പ്രാചീന കാലത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അവർ മേടിച്ചതായിരിക്കാം, എന്തായാലും പുതിയ ഫെസിലിറ്റിയാണത്. എത്ര കാലമായെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ അമ്മ പറഞ്ഞു എന്നോട്, ഇങ്ങനെ ഫെസിലിറ്റിയാണ്. എൻ്റെ ഹസ്ബൻഡ് അമ്മയായിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അങ്ങനെ അമ്മേനെ ഇരുത്തിയിട്ട് അപ്പോൾ അവർ പറയും നിങ്ങൾ ഉന്തിത്തള്ളി പൊയ്ക്കോ, നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ, എന്നെ കണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉന്തിത്തള്ളി ഞാനൊരു കുഴപ്പമില്ല, അമ്മ കയറിക്കോ, എങ്ങനെയെങ്കിലും നമുക്ക് ഭഗവാന്റെ അടുത്തെത്താം. അപ്പോൾ ഈ പറയുന്ന നടയിൽ നിന്ന് നമ്മൾ അവസാനം തിരുനട എത്തുമ്പോഴത്തേക്കും ഒരു 5 മിനിറ്റോളം നമുക്ക് എത്താനായിട്ട്. പോകുന്ന വഴിയിൽ നിങ്ങൾക്കറിയാലോ ഇടവുകളുണ്ട്, വിടവുകളെന്ന് വേണേൽ പറഞ്ഞു നോക്കാം, വിടവുകളുണ്ട്. ആ വിടവുകളിൽ ഈ വീൽ അവിടെ സ്റ്റക്കാവും. ഈ സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉരുട്ടാനായിട്ട് പാടാണ്, പ്രത്യേകിച്ച് എനിക്ക് ഉരുട്ടാൻ പാടാണ്. അപ്പോൾ അതിന് വീലൊന്ന് പൊക്കിയിട്ട് മാത്രമേ നമുക്ക് ഉരുട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം അമ്മയോട് പറയും എണീറ്റ് നിൽക്കും എന്ന് പറഞ്ഞിട്ട് വീലുരുട്ടി, എന്നിട്ടാണ് ഞാൻ അമ്മയെ കൊണ്ട് ആ തിരുന്നത് വരാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ 2 പ്രാവശ്യം സ്റ്റക്കായപ്പോഴത്തേക്ക് ഒരു മനുഷ്യനെ ഓടിക്കൊണ്ട് വന്നു. അപ്പോൾ ഇവരുടെ കഴുത്തിലൂടെ ഈ ദേവസ്വം സ്റ്റാഫ് നോക്കി നിൽക്കുന്ന സ്റ്റാഫിൻ്റെ കഴുത്തിൽ ഒരു മഞ്ഞ ഒരു തോർത്തുണ്ടാവും, ഒരു ക്ലോത്ത് ഇട്ടേക്ക് വരെ. അപ്പോൾ അതുപോലെ ഒരെണ്ണം പുള്ളിക്കാരന് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇതൊന്നും അതുവരെ ഒന്ന് എത്തിച്ചു തന്നാൽ സന്തോഷമായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാനൊരു ഭക്തനാണ്. ഞാൻ പറഞ്ഞു ഭക്തന് തോന്നുന്ന ഒരു മനുഷ്യത്വം മറ്റുള്ളവർക്ക്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കില്ല. അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഇവർക്കൊക്കെ ജോലി കൊടുക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ പുള്ളി 2 പ്രാവശ്യം ഹെൽപ്പ് ചെയ്തു. ഞങ്ങൾ അവിടെ തിരുനടയിലെത്തി. പിന്നെ അവിടെ നിന്ന്
ഇറങ്ങി പിന്നെ നടന്നു പോകണം. തിരുനടയുടെ അവിടെ കയറണമെങ്കിൽ നമ്മൾ നടന്ന് തന്നെ പോകണം ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട്. നടന്ന് പിടിച്ചൊക്കെ പോയി തൊഴുത് തിരിച്ചു വന്നപ്പോൾ അമ്മ പറഞ്ഞു അവിടെ നിന്ന് പെട്ടെന്ന് പുറത്തിറങ്ങാനായിട്ട് ഒരു 2-3 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ കിഴക്കേ നടയിലോട്ട് അങ്ങ് ഇറങ്ങാൻ പറ്റും. ഞാൻ പറഞ്ഞു ഇതിന് വേണ്ടി ഇത് മൊത്തവും ചുറ്റി ഇനി വരേണ്ട കാര്യമില്ല, അത്രയും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ അവരെ ഇറക്കിയതിന് ശേഷം അപ്പോഴാണ് ഞാൻ ഓർത്തത് വീൽ ചെയർ തിരിച്ച് കൊണ്ടുകൊടുക്കണോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. ഒന്ന്. രണ്ടാമത്തത് എൻ്റെ ചെരുപ്പിട്ടിരിക്കുന്ന വടക്കേ നടല. അപ്പം ഞാൻ 1.5 കിലോമീറ്റർ ഇതുപോലെ നടന്ന് തിരിച്ചവിടെ പോയി ചെരുപ്പെടുത്ത്. അപ്പം ഞാൻ പിന്നെ മോശമല്ല, നമ്മളൊരു സാധനം എടുത്തതാണ്, അത് നമ്മൾ തിരിച്ചവിടെ കൊടുക്കണോ എന്നോടത് അവർ പറഞ്ഞിട്ടില്ല. അപ്പം ഞാനത് ഇന്ന സ്ഥലത്താണ് വെച്ചേക്കുന്നത്, പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു അതെ ആ വീൽ ചെയർ ഞാൻ എടുത്തത് അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ ആരെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എടുത്തോളൂ ആയിരിക്കുമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ അയാളുടെ സ്വഭാവം അങ്ങോട്ട് മാറി. അയാളവിടെ കിടന്ന് ബഹളായി. എൻ്റെ വീൽ ചെയർ ഇപ്പം എനിക്ക് ഇവിടെ കിട്ടണം, ഇവിടെ കിട്ടില്ലേ നിങ്ങളെ നോക്കിയോ, ഇതാണ് കോടതി കയറ്റും, അങ്ങനെയാണ് ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ സഹോദരൻ നിങ്ങൾ വെറുതെ നിൽക്കുകയാണ്, ഞാനിനി ഒന്നുകൂടെ അകത്ത് കയറി തൊഴണ്ട, ബട്ട് പുറത്ത് മീൻസ് തിരുനാട്ടിൻ്റെ പുറത്താണ്. അപ്പോൾ അവിടെ പോയി കറങ്ങി ഞാൻ ഇതെല്ലാം എടുത്തോണ്ട് വരണം. നിങ്ങൾ എന്തായാലും ഇവിടെ തന്നെയാണ് ഫുൾ ടൈം ഉള്ളത്, നിങ്ങൾക്ക് അതൊന്നും ആരെങ്കിലും പെട്ടെന്ന് എടുപ്പിക്കാമല്ലോ. കാര്യം 10-200 പേര് അകത്ത് നിൽപ്പുണ്ട് സ്റ്റാഫുകൾ. പറ്റില്ല, അത് പറ്റില്ല, ഇതിവിടെ ഞങ്ങളുടെ ജോലിയേ ഇതല്ല, ഞങ്ങളുടെ ജോലി ഇവിടെ നിന്ന് നിങ്ങളോട് പറയുന്നത് മാത്രമാണ്, എത്രയും പെട്ടെന്ന് ഇത് എടുത്തുകൊണ്ട് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു പണിയായി മാറും. അപ്പം ഞാൻ പറഞ്ഞു ശരി ഓക്കെ. ഞാൻ പോയിട്ട് അത് എടുത്ത് ഞാനും എൻ്റെ മോനും കൂടെ പോയി എടുത്തുകൊണ്ട്, അപ്പോൾ എൻ്റെ മോൻ പറയുന്നുണ്ട് നടക്കാൻ വേണ്ട. അവൻ പറഞ്ഞു അമ്മേ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം, പോലീസുകാരുടെ അടുത്ത് വെയിറ്റ് ചെയ്യാമെന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മോനെ ഇത് അബുദാബി അല്ല, ഞാൻ നിന്നെ അവരെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ അവർ പറയും നിങ്ങളുടെ മോനെ നോക്കുന്നതല്ല എൻ്റെ ജോലി എന്ന് പറയും, വേണമെങ്കിൽ എടുത്തോണ്ട് പോകുന്നു പറയും. അവസാനം നിന്നെ കാണാൻ ഞാനവിടെ കിടന്ന് തപ്പേണ്ടി വരും, ആരും സഹായിക്കാനുണ്ടാവില്ല. കാരണം ഇത് കേരളമാണ്, നീ മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നു പറഞ്ഞാൽ ഞാൻ അവനെയും കൊണ്ട് പോയി ആ വീൽ ചെയർ എടുത്ത് തിരിച്ചവർക്ക് കൊണ്ടു കൊടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അവിടെ പരിഹാസമായിട്ടൊരു ചിരി ഉണ്ടാവും എല്ലാവർക്കും. എന്നിട്ട് അവർ കളിയാക്കുകയാണ്. അവർക്ക് കളിയാക്കേണ്ട കാര്യമില്ല, നമ്മൾ എന്താ പറയുക സത്യസന്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് അവിടെ. അപ്പോൾ ഞാൻ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോൾ ഇത്ര ചിരിക്കേണ്ട കാര്യം, നിങ്ങൾ ആ പേരങ്ങ് വെട്ടിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പം നമ്മളെ ഗുണദോഷവും ഇതും പഠിപ്പിക്കാനായിട്ടാണ് അവർ നിൽക്കുന്നത്, വെറുതെ ചിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെക്കുറിച്ചുള്ള കാര്യമൊക്കെ ഞാൻ അങ്ങ് കൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ സ്ഥിരം കാണുന്ന കൃഷ്ണൻ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞ ധ്വനി എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് ഭക്തിയില്ല, അവർക്ക് മനുഷ്യത്വമില്ല, അവർക്ക് ബഹുമാനമില്ല. അപ്പം ഈശ്വര വിശ്വാസം പോലും ഇല്ലാത്ത മനുഷ്യരാണ് അവിടെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറഞ്ഞ പക്ഷം എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഇത് എപ്പോഴെങ്കിലും അംഗീകരിക്കപ്പെടുമെന്ന് വിചാരിക്കുന്നു. കാരണം ഭക്തിയുള്ളവർ ഭക്തരോടാണല്ലോ സംസാരിക്കേണ്ടത്. അപ്പോൾ ഭക്തി അല്ലെങ്കിൽ ഭഗവാനോട് സ്നേഹവും ഇഷ്ടവുമുള്ള അതായിരിക്കണം അവരുടെ അടിസ്ഥാന ക്വാളിഫിക്കേഷൻ. മറ്റൊരു ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഭക്തരോടും മര്യാദയോടും ബഹുമാനത്തോടെയും പെരുമാറാൻ അറിയുന്ന ആളുകളെ അവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരാണ് അവിടെ നിന്നിട്ട് ഈ കടന്നു പോ എന്ന് പറയുന്നത്. ഇത്രയും കടന്നു പോകുമെന്ന് പറയാൻ എന്തായാലും നമ്മളവിടെ നടയിൽ പോയി കഴിഞ്ഞാൽ 1 മിനിറ്റോ 2 മിനിറ്റോ കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കത്തില്ല, അത് കഴിഞ്ഞ് നമ്മളങ്ങ് മാറിത്തരും. പിന്നെ എന്തിനാണ് നമ്മളോട് ഈ കടന്നു പോ പറയാൻ വേണ്ടി മാത്രം ഇത്രയും പേര് നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒരു കാര്യം കൂടി ചെയ്യുക, 50 വയസ്സിന് മേലെ ഉള്ളവർക്ക്, പ്രത്യേകിച്ച് അവർക്ക് ഭാരമുള്ള പണിയുള്ളത്, വെറുതെ നിന്നിട്ട് നമ്മളോട് കടന്നു പോകുമെന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ നല്ല ബഹുമാനത്തോടെ പറയുന്നത് ആ സ്ത്രീകളൊക്കെ ആണെങ്കിൽ. അപ്പോൾ 50 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരോ 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളെയോ അവിടെ അപ്പോയിൻറ്റ് ചെയ്താൽ നല്ലതാണ്. ഈ ചെറുപ്പക്കാർ 20-35 വയസ്സിനും ഇടയിലുള്ള ചെറുപ്പക്കാർക്ക് ഭാരമുള്ള പണിയൊക്കെ കൊടുത്തൂടെ? എന്തിനാണ് അവിടെ വെറുതെ നോക്കൂലിക്ക് വേണ്ടി നിർത്തുന്ന പോലെ? അത് മാറ്റേണ്ടതാണ്. പിന്നെ ഇന്നത്തെ നമുക്ക് ഒരു പാട്ടിൻ്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാനൊന്ന് നിർത്താം. മയിൽപ്പീലി എന്ന് പറയുന്ന ഒരു ആൽബം ഉണ്ട്, കൃഷ്ണൻ്റെ തന്നെ ഭക്തിഗാനം യേശുദാസ് പാടിയത്. അപ്പം ഗുരുവായൂർ ഇത് കേൾക്കുമ്പോൾ പലർക്കും പല പ്രശ്നങ്ങളും തോന്നിയെന്ന് വരെ. ഞാൻ ഗുരുവായൂരിനെ കുറിച്ച് കുറ്റം അല്ല, ഞാൻ കൃഷ്ണനോട് പറഞ്ഞു ഗുരുവായൂർ കൃഷ്ണൻ നമ്മൾ വരുന്നത് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ ദർശിക്കാനാണ്, അദ്ദേഹത്തെ ദർശിക്കാനാണ് വരുന്നത്, അത്രയും സന്തോഷത്തോടെ വരുന്നത്. അപ്പോൾ ഈ സംഭവങ്ങൾ നമ്മളെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ചെല്ലുന്നത് ഭക്തിയോടെയാണ് പോകുന്നത്. ആ ഭക്തി നിലനിർത്തി തന്നെ നമുക്ക് പുറത്ത് ഇറങ്ങാനും കഴിയണം. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലെ കൃഷ്ണൻ്റെ കാര്യമാണ് പറഞ്ഞാൽ കൃഷ്ണനോട് ഞാൻ അനുവാദം ചോദിച്ചിട്ടാണ് ഞാനിതെല്ലാം സംസാരിച്ചേക്കുന്നത്. അതുകൊണ്ട് അതുമല്ലെങ്കിലും നമ്മൾ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഈ സംസാരിക്കുന്നത് അല്ലേ. അപ്പം ഞാൻ ഇത് ഒരുപാട് സംസാരിച്ചു. അപ്പോൾ ഇന്ന് എനിക്ക് പാട്ടിൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. ശരിക്കും എനിക്ക് ഗുരുവായൂർ ഭഗവാന്റെ മയിൽപ്പിലി എന്ന് പറയുന്ന ആൽബത്തിനെ കുറിച്ച് സംസാരിക്കാൻ കൂടിയാണ് ഞാൻ വന്നത്. അപ്പോൾ എന്തായാലും ഞാനിത് ഇന്ന് വൈൻഡപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ദിവസം ഞാനിത് കണ്ടിന്യൂ ചെയ്ത് പറയുന്നതായിരിക്കും. ഓക്കെ, ബൈ. Krishna's color key. Let's talk, let's chat, and let's enjoy.